ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ബോൾസ് ആണ് കേട്ടോ. നമുക്കൊന്ന് പരിഷ്കാരം കുറച്ച് കഴിഞ്ഞാൽ അതിനെ ഉരുളക്കിഴങ്ങ് ഉണ്ടാന്ന് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി കാണാതെ പോയാൽ തീർച്ചയായും നഷ്ടമാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി കളഞ്ഞെടുക്കലാണ് ആദ്യത്തെ തന്നെ പരിപാടി. അപ്പോൾ ദാ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള 2 ഉരുളക്കിഴങ്ങും നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചിട്ടോ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ വേണ്ടത്. ഈ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില നമ്മളെ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു ഫ്ലേവറിന് ലേശം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് ഫോർക്കൊക്കെ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ല പോലെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് മാറ്റി വെക്കണം. ഈ സെറ്റാക്കി വെച്ചതിന് ശേഷം കയ്യും ഒരല്പം ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് 2 കയ്യുമ്മയും നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കൂട്ടിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് കയ്യിലെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കാം. എണ്ണ തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കയ്യുമ്പോൾ നല്ല പോലെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മളെ പണീനെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒരു 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും കുരുമുളകും ചേർത്തിട്ട് അതിലേക്ക് ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ദാ എല്ലാം അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ എണ്ണയിൽ കടന്ന് പൊരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസൊക്കെ അങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പറ്റ ഹൈ ആക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും, ഉള്ള വേവും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ദാ ഒരു സൈഡ് ആയിന്ന് കാണുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാൻ, ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഫോർക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് എല്ലാം തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തുനിന്ന് പൊട്ടിപ്പോകുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് വിരിച്ച് കൊടുത്തിട്ട് നമ്മളെ ബോൾസ് എല്ലാം കൂടെ അതിലേക്കൊന്ന് എടുത്തിട്ട് കൊടുക്കാം. ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല കിഡിലൻ ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ട്രിപ്പ് വേവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പരിപാടികൾ തുടത്തണം അല്ലേ. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചൊക്കെ ഒന്ന് പട്ടിഷോക്ക് വേണ്ടിയിട്ട് കുറച്ചെണ്ണം വെച്ചു. എന്നിട്ട് നമ്മൾ തീറ്റ തുടത്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.